എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ബിന്ദു ടെറസ് ഫാമിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് ടെറസിൻ്റെ മുകളിലേക്ക് വന്നതാണ്. ഇപ്പോൾ സന്ധ്യ നേരമാണ്. നമ്മൾ വിളക്കൊക്കെ കൊളുത്തി നാമം ജപിച്ചിട്ട് നമ്മൾ ടെറസിൻ്റെ മുകളിലേക്ക് വന്നതാണ്. അപ്പം ഇന്ന് നമ്മളെ ടെറസിൻ്റെ മുകളിൽ നിന്നാൽ നമ്മുടെ പുറത്തുള്ള വിശേഷങ്ങളെല്ലാം നിങ്ങളെ കാണിക്കാം. ഇന്ന് നമ്മുടെ ഗാർഡൻ അല്ല കാണിക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വെളിയിലോട്ട് നോക്കിക്കഴിഞ്ഞാലുള്ള വ്യൂ എന്താണെന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഡൽഹി താമസിക്കുന്ന എല്ലാവർക്കും അതിനെപ്പറ്റി അറിയായിരിക്കും. എന്നാലും നാട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ടെറസിൻ്റെ മുകളിൽ നോക്കിയാൽ പുറത്തേക്ക് കാണുന്ന വ്യൂ ഒക്കെ ഒന്ന് അവരെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പം നമ്മുടെ സൈഡിൽ ഇപ്പോൾ ഈ ലൈറ്റ് ബ്ലൂ കളറിൽ ലൈറ്റ് കത്തി പൊങ്ങി കാണുന്നത് ഇവിടുത്തെ ജൈൻ മന്ദിരാണ്. ജൈനന്മാരുടെ അമ്പലമാണത്. ആ പൊങ്ങി കാണുന്നത്. അതിൻ്റെ ഇപ്പുറേ കാണുന്ന ആലാണ്. ആലിൻ്റെ തൊട്ട് താഴെ കാണുന്നത് ശിവൻ്റെ അമ്പലമാണ്. ആലിൻ്റെ തൊട്ട് താഴെ ഒരു ശിവൻ്റെ അമ്പലമുണ്ട്. അവിടുന്ന് നേരെ അങ്ങനെ വളഞ്ഞു വന്നാൽ ആ സൈഡിലെല്ലാം കാണുന്ന ഫ്ലാറ്റുകളാണ്. പിന്നെ അങ്ങ് ദൂരെയായിട്ട് ഷാലിമാർ സിറ്റിയാണ് കാണുന്നത്. ഇത് നമ്മൾ ഷാലിമാർ ഗാർഡനിൽ നമ്മൾ താമസിക്കുന്നു. അങ്ങേ അറ്റം കാണുന്നത് ഷാലിമാർ സിറ്റിയാണ്. ഷാലിമാർ സിറ്റി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉയരത്തിലുള്ള ഒരു ഫ്ലാറ്റാണ്. 9-10 നിലയുള്ള ഫ്ലാറ്റാണ്. അവിടെ ലിഫ്റ്റാണ് അവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ അവിടെ പിള്ളേർക്ക് കളിക്കാൻ ഗ്രൗണ്ടും സ്വിമ്മിംഗ് പൂളും എല്ലാം ഉണ്ട്. ഭയങ്കര വലിയ ഇതായിട്ടുള്ള ഒരിതാണ്. പിന്നെ ആ സൈഡിലെല്ലാം കാണുന്നത് ഫ്ലാറ്റുകളാണ്. നമ്മുടെ നേരെ ബാക്ക് സൈഡിലായിട്ട് ഫ്രണ്ടിലായിട്ട് വരുന്നത് ഇലക്ട്രിസിറ്റി ഓഫീസാണ്. ഇവിടുത്തെ നമ്മുടെ ഇലക്ട്രിസിറ്റി ഓഫീസാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഈ ശിവൻ്റെ അമ്പലത്തിൻ്റെ നേരെ ഇപ്പുറേ കാണുന്ന അവിടെ കാണുന്ന ബ്ലൂ കളറിലെ ഷീറ്റ് കാണുന്നത് ഗുരുദ്വാരയാണ്. സിഖ് മതക്കാരുടെ ഗുരുദ്വാരയാണ്. അപ്പം ജൈനന്മാരുടെ അമ്പലം, അതിൻ്റെ തൊട്ടിപ്പുറത്ത് ശിവൻ്റെ അമ്പലം, ഈ ബ്ലൂ കളറിലെ ഇത് ഷീറ്റ് ഇട്ട് കാണുന്നത് ഗുരുദ്വാരയാണ്. അപ്പോൾ 3 ആൾക്കാരുടെ അമ്പലങ്ങൾ അടുത്തടുത്തുണ്ട് ഇവിടെ തന്നെ. പിന്നെ ഈ കാണുന്നതെല്ലാം ഇലക്ട്രിസിറ്റി ഓഫീസാണ്. നമ്മുടെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരെ ഇവിടെ കാണുന്നത് നമ്മുടെ തൊട്ട് അതൊക്കെ ഇലക്ട്രിസിറ്റി ഓഫീസാണ്. പിന്നെ ആ സൈഡിൽ കാണുന്ന എല്ലാം ഫ്ലാറ്റുകൾ, അങ്ങേ സൈഡിൽ കാണുമ്പോൾ മൊത്തം ഫ്ലാറ്റുകൾ. അവിടെ കുറേ ജിമ്മും കാര്യങ്ങളും ബ്യൂട്ടി പാർലറും എല്ലാം ഉണ്ട്. നമുക്ക് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒന്നിനും നമുക്ക് ദൂരോട്ട് പോകേണ്ട ആവശ്യമില്ല. ബ്യൂട്ടി പാർലർ ആയിക്കോട്ടെ, ജിം ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ ആയിക്കോട്ടെ. ഇത് അവിടെ ഇലക്ട്രിസിറ്റി ഓഫീസിൻ്റെ അപ്പുറം കാണുന്ന ഒരു വാഗമരമാണ്. കണ്ടോ, നിറച്ച് പൂത്ത് ഒലിഞ്ഞ് നിൽക്കുന്നുണ്ട്. റെഡ് കളറിലെ വാഗമരമാണ് ആ കാണുന്നത്. പിന്നെ ഇതൊരു ഈ നമ്മുടെ പേരാലില്ലേ, പേരാലെന്ന് പറയത്തില്ലേ, നമ്മുടെ ഈ അതിൻ്റെ വേരിങ്ങനെ ഇറങ്ങി വരുന്നത്, അതാണ് ഈ കാണുന്നത്. ഇവിടുത്തുകാർ വഴുക്കാപ്പേടെന്ന് പറയും. അത് അവർക്ക് എന്തോ ഒരു പൂജ വരുമ്പോൾ അവർ ഇതിൻ്റെ ഇല കൊണ്ടൊക്കെ പൂജ ചെയ്യുന്നത് ഇവിടുത്തെ ആൾക്കാർ. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ ആ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നേരെ അവിടെ കാണുന്നത് ആ ചെല്ലിട്ട് കാണുന്നതെല്ലാം വർദ്ധമാൻ ഹോസ്പിറ്റൽ എന്ന് പറയും. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. അവിടെ മെയിനായിട്ടുള്ളത് ഓർത്തോയുടെയും ഗൈനിയുടെയാണ്. എന്നാലും ബാക്കി എല്ലാ ഡോക്ടർമാരും അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒന്നിനും നമുക്ക് ദൂരോട്ട് പോകേണ്ട ആവശ്യമില്ല. അതിൻ്റെ തൊട്ടിപ്പുറം ബാങ്കുണ്ട്, ATM ഉണ്ട്, കടകളുണ്ട്, അമൂലിൻ്റെ ബൂത്തുണ്ട്, എല്ലാം ഈ പരിസരത്തുണ്ട്. നമുക്ക് ഒന്നിനും മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും. ഇതാണ് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു സൈഡിൽ കാണുന്നത്. അതായത് നമ്മുടെ കിഴക്ക് ഭാഗത്തായിട്ട് കാണുന്ന എല്ലാ വ്യൂവുമാണ് ഈ കാണുന്നത്. അതാണ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച് വന്നത്. പിന്നെ നമുക്ക് ബാക്ക് സൈഡിലേക്ക് പോവാം. നമുക്ക് അപ്പുറേ പുറകിൽ നമ്മുടെ ആ സൈഡിലോട്ട് നമുക്ക് നടന്ന് നോക്കാം. നമ്മുടെ ആ സൈഡിൽ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ കുറേ ഫ്ലാറ്റുകളും, പിന്നെ നമുക്ക് അവിടെ ഒരു സ്കൂളുണ്ട്, ദശമേഷ് പബ്ലിക് സ്കൂൾ എന്ന് പറയും. അപ്പോൾ ഒരു സ്കൂൾ അവിടെ ഉണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരെ കാണുന്നത് സ്കൂളാണ്. അത് ദശമേഷ് പബ്ലിക് സ്കൂൾ എന്ന് പറയും. അത് ശരിക്കും പറഞ്ഞാൽ സർക്കാർമാരുടെ ഒരു സ്കൂളാണ്. പക്ഷേ എല്ലാ പെൺകുട്ടികളും പഠിക്കുന്നുണ്ട്. എന്നാലും അത് സർക്കാർമാരുടെ സ്കൂളാണ് ആ കാണുന്നത്. ഇതൊക്കെ ബിൽഡിങ്ങുകളാണ്. നമ്മുടെ തൊട്ട് പുറകിലായിട്ട് നമ്മുടെ ജനലിൽ കൂടെ നോക്കിയാൽ കാണുന്ന പോലെ ഒരു മാങ്ങയുടെ ഇതാണ്, മാവ്. കണ്ടോ, നമ്മുടെ ജനലിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ കാണുന്ന ഇതാണ്. ഇത് നമ്മുടെ ഒരു അപ്പുറത്തെ വീട്ടിലെ ഒരു മാവാണത് കാണുന്നത്. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം ബിൽഡിങ്, ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ബിൽഡിങ്ങുകളാണ് എല്ലാം കാണുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം.